Good evening, all. Today we are starting a new chapter that is Kushta Nidana, the fifth chapter of Nidanasthana of Charaka Samhita. സോ കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കേട്ട ഒരു വേർഡാണ് കുഷ്ഠം എന്ന് പറയുന്നത്. നമുക്ക് ഈ കുഷ്ഠം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ലെപ്രസി പോലുള്ളൊരു കണ്ടീഷനാണ്. അത് നമ്മൾ ഈ ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പം അവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചാണ് ഗവൺമെൻറ് കുഷ്ഠ നിർമ്മാർജ്ജന പദ്ധതി എന്നൊക്കെ പറഞ്ഞെ. സോ നമുക്ക് അത് ലെപ്രസിയാണ് അവർ മീൻ ചെയ്യുന്നത്. പക്ഷേ ആയുർവേദത്തിൽ കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ലെപ്രസി കുഷ്ഠത്തിനുള്ളിൽ വരും, പക്ഷേ കുഷ്ഠം ഈസ് നോട്ട് ഈക്വൽ ടു ലെപ്രസി. കുഷ്ഠം എന്ന് പറഞ്ഞൊരു ബ്രോഡർ ആസ്പെക്റ്റിൽ ആചാര്യം പറയുന്നതാണ്. എന്ത് സ്കിന്നിന് വരുന്ന എന്ത് ഡിസ്അറേഞ്ച്മെൻറ്റും നമുക്ക് കുഷ്ഠത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. സ്കിന്നിന് വരുന്ന ഇവൻ നിങ്ങൾ സിമ്പിളായിട്ട് വരുന്ന നമുക്ക് വരുന്ന പിമ്പിൾസ്, നമ്മുടെ മുഖക്കുരു എന്ന് പറയുന്നത് തൊട്ടിട്ട് നമുക്ക് ലാർജസ്റ്റ് ആയിട്ട് എക്സസീവായിട്ട് വരുന്ന സോറിയാസിസ് പോലുള്ള ഏറ്റവും വലിയ കണ്ടീഷൻ വരെ നമുക്ക് കുഷ്ഠത്തിൻ്റെ ഉള്ളിൽ കുഷ്ഠത്തിൻ്റെ ആ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. സോ കുഷ്ഠം ഈസ് നോട്ട് എക്സാക്ട്ലി ലെപ്രസി. സോ ഇതിലിപ്പം കുഷ്ഠത്തിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ വലിയ വലിയ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സെമിനാർസിൽ CMEസിലൊക്കെ പോകുമ്പം ഡോക്ടർ KS ദിനേഷ് സാർ കോട്ടക്കലിൽ, അതുപോലെ ഗോപകുമാർ സാറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അസുഖം ആയുർവേദ ഡോക്ടേഴ്സിന് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു പേഴ്സൻറ്റേജിൽ ഒരു ടോട്ടാലിറ്റിയിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് കുഷ്ഠം അല്ലെങ്കിൽ സ്കിൻ കേസസ് എന്ന് പറയുന്നത്. സോ പക്ഷേ അതിൻ്റെ ഈക്വലായിട്ട് എത്രത്തോളം അതിന് നമുക്കൊരു സക്സസീവ് പേഴ്സൻറ്റേജ് ഉണ്ടോ അതിൽ കൂടുതൽ പേഴ്സൻറ്റേജാണ് ആ ഡോക്ടർക്ക് ചീത്തപ്പേര് കിട്ടാനുള്ള ചാൻസ്. സോ ഒരു ഡോക്ടറെ ഫെയിം പോകാൻ ഉപകരിക്കുന്ന ഒരു അസുഖമാണ് കുഷ്ഠം. അതേസമയം ഡോക്ടർക്ക് ഏറ്റവും നല്ല ഫെയിം കിട്ടാനും ചാൻസുള്ളൊരു അസുഖമാണ് കുഷ്ഠം. സോ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിപ്പം നിദാനൊക്കെ OPയിൽ പോയി തുടങ്ങിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എപ്പോഴും ഏത് സ്കിൻ കേസസ് വന്നാലും പേഷ്യൻറ്റ് ഫസ്റ്റ് ഹി വിൽ നോട്ട് കം ടു ദ ആയുർവേദിക് OPD. He will go to modern medicine. He will take some medicines long time, and he will not get any any curage or any cure from the modern medicine. So he will approach to Ayurveda, or he will talk to someone that I have got some skin cases, what I have to do. Then people may say like Ayurveda is good for skin cases, so people may come to Ayurveda for secondary only, they will not come for primary. So അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പേഷ്യൻ്റെ വരവെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. ദേ ഹാവ് ബിലീഫ് ഇൻ ആയുർവേദ, ഓർ ആയുർവേദ ക്യാൻ ഓൺലി ക്യൂർ സ്കിൻ ഡിസീസ് വെരി നൈസ്ലി. ഇതിൻ്റെ ഈ സ്കിൻ കേസസിൻ്റെ വേറൊരു പ്രശ്നമാണ് റിക്കറൻസ് ഉണ്ടാവും. പെട്ടെന്ന് ഇത് ഒരിക്കൽ പോയി ഇത് അടങ്ങി നിൽക്കും, അതേസമയം അത് പെട്ടെന്ന് അത് കൂടുകയും ചെയ്യും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിന് പ്രോപ്പറായിട്ട് ചികിത്സയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. സുശ്രുതനൊക്കെ ചികിത്സ പറയുന്ന സമയത്ത് ഇങ്ങനെ ഓരോ 7 ദിവസം കൂടുമ്പം, ഓരോ 15 ദിവസം കൂടുമ്പം, ഓരോ 1 മാസം കൂടുമ്പോഴൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ റിപ്പീറ്റായി ചെയ്യണമെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേസിലൊക്കെ പഠിക്കുന്നത്. സോ ഭയങ്കര നമുക്ക് ഒരു സക്സസ്ഫുള്ളായിട്ട് നമുക്കൊരു OPയിൽ ഇരിക്കുമ്പം സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് ഇവൻ കുഷ്ഠ എന്ന് പറഞ്ഞൊരു കേസ്. സോ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്യും. പക്ഷേ ഈ ഒരു കുഷ്ഠത്തിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, കുഷ്ഠം നമ്മളിപ്പോൾ ഒരു ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫീവറിൻ്റെ ഗ്രേഡ് അളക്കും എങ്ങനെയാണ്, ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. സോ നമുക്കിപ്പോൾ ടെമ്പറേച്ചർ കൂടെ നമ്മൾ പറയും ഹൈ ഗ്രേഡ് ഫീവർ എന്ന് പറയും. പക്ഷേ ഈ കുഷ്ഠത്തിൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ കാണുമ്പം ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേസായിരിക്കും, പക്ഷേ ഉള്ളിലെ ദോഷദൂഷ്യ സമ്മോർച്ചനങ്ങളും ദോഷധാതുക്കളും വിശിഷ്ട ദോഷങ്ങളും ധാതുക്കളുടെ ലെവൽ ചിലപ്പോൾ ഹൈ ഗ്രേഡിലേക്ക്, അത് പുറത്ത് കാണുന്നില്ല. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത് അത് പുറത്തേക്ക് വരാൻ തുടങ്ങുക. നിങ്ങൾ കേട്ടോന്നറിയില്ല, പണ്ടുള്ള ഡോക്ടേഴ്സോ അല്ല പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും, ഈ സ്കിൻ കേസസിന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു മുറിവ്, അല്ല ചെറിയൊരു മുറിവ് എന്നല്ല, ചെറിയൊരു സ്കിൻ കേസസ് ആയിട്ട് നമ്മൾ പോയി, അപ്പം ഒരു ആയുർവേദ ഡോക്ടർ മെഡിസിൻ തന്നു, അപ്പം തന്നെ അടുത്ത ആഴ്ച ഇത് വണ്ണം വയ്ക്കാൻ തുടങ്ങും. അപ്പം ആൾക്കാർ പറയും അങ്ങനെയാണ് ആയുർവേദം അങ്ങനെയാണ് ആക്ട് ചെയ്യുക, അത് ഒന്നുകൂടി വലുതാക്കും, എന്നിട്ട് ഫുള്ളായി കളയുന്നു. അതൊരു റോങ് കൺസെപ്റ്റാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല ആയുർവേദത്തിൽ. ഒരിക്കലും എവിടെയും നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കാണാൻ പറ്റുന്നില്ല. അത് MRV സാറൊക്കെ പറയും. MRV സാർ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പളും DMA ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അമൃത സ്കൂൾ ഓഫ് ആയുർവേദ പ്രിൻസിപ്പളാണ്. സാറൊക്കെ പറയും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ്റെ ആ പവർ അല്ലെ ആ പൊട്ടൻസി ഈക്വൽ അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ പൊട്ടൻസിക്ക് താഴെയായി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ആക്ച്വൽ മെഡിസിൻ ആണെങ്കിൽ, നമ്മൾ പൊട്ടൻ്റെ കൂടിയ മെഡിസിൻ ആണെങ്കിൽ അവിടെ അപ്പം തന്നെ സ്കിൻ കേസസ് കുറയേണ്ടതാണ്. ഇത് കൂടുന്നതിന് കാരണം നമ്മളെന്താ പറയുക, ഒരു വലിയൊരാളെ അടിക്കുന്ന സമയത്ത് അയാൾക്ക് ഈക്വലായിട്ടുള്ളൊരു നമ്മളൊരാളെ അടിക്കണം. ഇപ്പം ഭീമനെ കൊല്ലണമെങ്കിൽ ഭീമനുമായിട്ട് യുദ്ധം ചെയ്യണം, ഭീമനെ പോലത്തെ ആൾക്കാർ വെച്ചിട്ട് വേണം അടിക്കാൻ. അല്ലെങ്കിൽ ഇത് ഭീമൻ്റെ ശക്തി കൂടത്തേ ഉള്ളൂ. അതുപോലെയാണ് ഈ ഒരു കേസസ്. സോ
ദെൻ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിദാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എപ്പോഴും എസ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കുഷ്ഠത്തിൻ്റെ നിദാനങ്ങൾ, കുഷ്ഠത്തിൻ്റെ ദൂഷ്യങ്ങൾ, കുഷ്ഠത്തിൻ്റെ ഉപദ്രവങ്ങൾ, കുഷ്ഠത്തിൻ്റെ പൂർവ്വരൂപങ്ങൾ, കുഷ്ഠത്തിൻ്റെ രൂപങ്ങൾ, കുഷ്ഠത്തിൻ്റെ ടൈപ്സ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ കമ്മിങ് ടു ദ ക്ലിനിക്കൽ സൈഡ്, എപ്പോഴും ബെഡ് സൈഡിൽ നമുക്ക് ഈ കുഷ്ഠ കേസസ് കൂടുതലായതുകൊണ്ട് ഒ പിയിൽ വരുന്നത് ഇപ്പോൾ അഡ്മിഷനും IPSും കൂടുതലായിരിക്കും. സോ എക്സാംസിൽ നിങ്ങൾക്ക് ബെഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കേസാണ് കുഷ്ഠം. അവിടെ ഓസ്പിഡ് സൈന്, കോപ്നസ് ഫിനോമിന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. സോ ഒരു എക്സാമിനർ, ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നു കഴിഞ്ഞാൽ IPയിൽ കുഷ്ഠ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹീ വിൽ definitely give that patients to you for taking the cases, so that he can understand, he can check that whether student is properly studied, properly know the examination like hospital sign or Kopner's phenomena. So and he can ask many questions from the kushta also, dushyas and everything, complicated dushyas, not complicated means many dushyas are there, many doshas are there, many types are there, so he can ask any question from this one. So the introduction means, coming to introduction means it is fifth chapter, ഒരു അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ചാപ്റ്ററായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതിന് കാരണം, പ്രത്യേകിച്ചൊരു കാരണം റീസൺ ആയിട്ട് പറയുന്നില്ലല്ലോ, മീൻസ് പറയുന്നത് സാക്രിഫൈസിൽ, ദക്ഷയാഗത്തിൽ അതിൻ്റെ നടന്നപ്പോൾ ആ ഒരു സാക്രിഫൈസ് കൊണ്ടുണ്ടായ സീക്വൻഷ്യൽ ഓർഡർ ആയിട്ടുള്ള അസുഖമാണ്. അതിനുശേഷം കൊണ്ടാണ് പ്രമേയത്തിന് ശേഷം കുഷ്ഠം വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ചികിത്സാസ്ഥാനത്തിൽ വരുമ്പം ഈ കുഷ്ഠം അഞ്ചാമത്തെ ചാപ്റ്റർ ചികിത്സാസ്ഥാനത്തിലും അഞ്ചാമത്തെ ചാപ്റ്റർ നിദാന സ്ഥാനത്തിലും 7ാമത്തെ ചാപ്റ്റർ ചികിത്സാസ്ഥാനത്തിലും പറയുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആചാര്യം അവിടെ ചികിത്സാസ്ഥാനത്ത് പറയുന്നത്. കുഷ്ഠത്തിൻ്റെ എക്സാക്ട് ട്രീറ്റ്മെൻറ്റ് പറയുന്നു. സോ അവിടെയും നിദാനങ്ങളും ദൂഷ്യങ്ങളും പൂർവ്വരൂപങ്ങളും രൂപങ്ങളൊക്കെ ആചാര്യം വീണ്ടും പറയുന്നുണ്ട് അവിടെയും. സോ അവിടെ പറയുമ്പോൾ അവിടെ ചക്രപാണിദത്ത പറയും, ഈ ഹവിസ് അല്ലെങ്കിൽ സാക്രിഫൈഡ് ഗീ, ദക്ഷയാഗത്തിൻ്റെ റെമനൻസിൽ കിട്ടിയ ഗീ ഹവിസ് കഴിച്ചിട്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ആ ഹവിസ് കഴിച്ചിട്ട് തന്നെയാണ് കുഷ്ഠമുണ്ടാകുന്നതെന്നും പറയുന്നു. ഈ ഹവിസ് എന്ന് പറഞ്ഞാലും സാക്രിഫൈഡ് മീൻസ് ഗീ ആണ് ഹവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഈ ഗീനെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താക്കാം, നമ്മുടെ ഈ എന്താ പറയുക, ഈ ഗീ പോലുള്ള സംഭവങ്ങൾ എന്താ പറയുക, നമുക്ക് ഈ ഗീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്, ഞാൻ അതല്ല പറയുന്നത്. ഹവിസ് എന്ന് പറയുന്നത് ആ യാഗത്തിൽ വന്ന ഹവിസാണ് പറഞ്ഞിരിക്കുന്നത്, അത് എക്സസീവായി കഴിച്ച കൊണ്ടാണ് വന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഗീ പോലെ ഈ മയോണിസ് അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ഇന്നത്തെ ഫുഡുകളിൽ ഇതുപോലെ ഈ ഓയിലായിട്ടുള്ള അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഈ പ്രമേഹങ്ങളും അതിനുശേഷം സ്കിൻ കേസസും വരുന്നത്. സോ ഇതിലത്ത് നിങ്ങൾക്ക് പഠിക്കാനാകെ 4 സിലബസ് പോയിൻ്റേ ഉള്ളൂ. കുഹ സിലബസിൽ ഫസ്റ്റ് വൺ നിദാനമുണ്ട് പഠിക്കാൻ, സപ്തദൂഷ്യാസ് പഠിക്കാനുണ്ട്, പൂർവ്വരൂപം പഠിക്കാനുണ്ട്. സോ അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ നിദാനമല്ല, ഇത് നിദാന ഫാക്ടേഴ്സാണ് ആക്ച്വലി. നിദാനം നിങ്ങൾക്ക് ഇതില്ല. നിദാന ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കുഷ്ഠത്തിന് കാരണമാകുന്ന ഫാക്ടേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ശ്ലോകം. ഞാൻ ഈ ബോൾഡായി ചെയ്ത ശ്ലോകങ്ങളൊക്കെ യു ഹാവ് ടു സ്റ്റഡി ബൈ ഹാർട്ട് ദിസ് വൺ. ദാറ്റ് ഈസ് സപ്തദ്രവ്യാണി കുഷ്ഠാനാം പ്രകൃതി വികൃതം ആപന്നാനി ഭവന്തി തദ്ദാ ത്രയോദോഷവാദവിത്തശ്ലേഷ്ണ പ്രകോപണ വികൃത. ദെൻ ദൂഷ്യാശ ശരീരധാതവ് ത്വങ് മാംസ ശോണിത ലസികശ്ചതുർധ ദോഷ ഉപഘാത വികൃത ഇതി ഏതത് സപ്താനാം ധാതുകം ഏവംഗതം ആജനനം കുഷ്ഠാനാം അധപ്രഭാവണി അഭിനിർവർത്തമാനാനി കേവലം ശരീരം ഉപതപന്തി. സോ ഇങ്ങനെയാണ് കുഷ്ഠം ഉണ്ടാകുന്നത്. ഒരു സപ്തധാതുക്കളാണ് കുഷ്ഠത്തിന് കാരണം. അതാണ് പ്രകൃതിക്കും വികൃതിക്കും കാരണം. മീൻസ് നോർമലായിട്ട് സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സപ്തധാതുക്കളാണ്. ഈ സപ്തധാതുക്കൾ എന്തൊക്കെയാണ്? വാത, പിത്ത, കഫ, രസ, രക്ത, മാംസ, ലസിക. രസധാതു അല്ല ഇവിടെ പറഞ്ഞ, ത്വക്കാണ് പറഞ്ഞിരിക്കുന്നത്. വാത, പിത്ത, കഫ, ത്വക്, രക്ത, മാംസ, ലസിക. ഈ ത്വക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസധാതു തന്നെയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ രസധാതു എന്നാണ് ത്വക്ക് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ത്വക്കെന്ന് പറഞ്ഞിരിക്കുന്നത്, കാരണം സ്കിന്നാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സ്കിന്നിലാണ് ഈ ഡിസീസസ് കാണുന്നത്. അതുകൊണ്ട് ത്വക്കെന്ന് ആചാര്യം സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. സോ ത്വക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഇവിടെ രസമാണ്. നമ്മൾ ശാഖാശ്രിത അല്ലെ ബാഹ്യരോഗമാർഗ്ഗങ്ങളൊക്കെ പറയുന്നല്ലേ, അത് ത്വക്ക് എന്നല്ലേ പറയാം. ത്വക്കാണ് തുടങ്ങുന്നത്, അത് രസങ്ങൾ തൊട്ടിട്ടാണെന്നുള്ളതാണ്. ആ ത്വക്കെന്ന് പറഞ്ഞാൽ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് രസധാതുവിനെയാണ്. സോ ആ ശ്ലോകം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ദെൻ സപ്തമഹാകുഷ്ഠ, 7 കുഷ്ഠങ്ങളുടെ പേര്. ബ്രോഡ്ലി 18 ടൈപ്സ് ഓഫ് കുഷ്ഠാസ് ഉണ്ട്. 7 മഹാകുഷ്ഠങ്ങളും 11 ക്ഷുദ്രകുഷ്ഠങ്ങളും. സോ ഇവിടെ നിങ്ങൾക്ക് കുഹാ സിലബസിൽ വന്ന് സപ്തമഹാകുഷ്ഠങ്ങൾ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ്. പക്ഷേ ക്ലിനിക്കലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബെഡ് സൈഡ് കിട്ടുമ്പം ഒരിക്കലും മഹാകുഷ്ഠം കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുമോ ചിലപ്പം ഏകകുഷ്ഠമായിരിക്കും. നിദാനത്തിൽ നിങ്ങൾ ഡീറ്റെയിലി പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിദാനത്തിൽ പഠിക്കുമ്പോഴും നിങ്ങൾ ഇതിലൊരു ഓപ്ഷൻ എടുക്കാൻ പാടില്ല. യു ഹാവ് ടു ബൈ ഹാർട്ട് ഓൾ ദ ശ്ലോകാസ് വാട്ട് എവർ ആചാര്യ ചരക ഓർ അഷ്ടാംഗ സുശ്രുത ഹാസ് എക്സ്പ്ലെയിൻഡ്. സോ ഇഹ വാദാദിഷു 3 പ്രകുപിതേഷു ത്വഗാദിശ്ചതുരഃ
പ്രദൂഷയസ്തു വാദേ അധികതരേ കപാലകുഷ്ടം അഭിനിർവർത്തതേ പിത്തേ തു ഔദുംബരം ശ്ലേഷ്മാണി മണ്ഡലകുഷ്ടം വാദപിത്തയോ ഋഷ്യുജിഹ്വം പിത്തശ്ലേഷ്മണോ പുണ്ടരീകം ശ്ലേഷ്മമാരുതിയോ സിഗ്നകുഷ്ടം സർവദോഷാഭിവൃദ്ധോ കാകണകം അഭിനിർവർത്തന്തേ അഭിനിർവർത്തതേ ഏവം ഏഷ സപ്തവിധ കുഷ്ഠവിശേഷ ഭവതി. ഇനി എങ്ങനെയാണ് മഹാകുഷ്ഠങ്ങൾ എന്ന് പറയുന്നത്? ഇഹ വാദാദിഷു തൃഷു വാദ ആദികൾ വാദപിത്ത കഫങ്ങൾ സ്കിന്നിൽ പോയിട്ട് സ്കിന്നിലാണ് വാദാദികൾ വിഷയിട്ടിട്ട് ത്വക്കിലെത്തിയതിന് ശേഷമാണ് ഈ അസുഖങ്ങൾ കാണുന്നത്. സോ ഇനി പറയുന്നു, ഇനി ഈ വാദം വിഷയിട്ടിട്ട് അല്ലെങ്കിൽ വാദം എക്സസീവായിട്ട് പോയിട്ട് സ്കിന്നിൽ എത്തിയിട്ട് കാണുന്ന ഒരു സ്കിൻ ഡിസീസാണ് കപാല. ദെൻ പിത്തമായി വരുമ്പം ഉദുംബരം, കഫമായിട്ട് വരും മണ്ഡലം, വാദപിത്തമായി വരും ഋഷ്യുജിഹ്വ, പിത്ത കഫമായിട്ട് വരും പുണ്ടരീക, കഫപാദമായിട്ട് സിഗ്മ, കാക്കണകായിട്ടും ത്രിദോഷം. സോ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഇതെന്തിനാണ് ആചാര്യം ഇങ്ങനെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പേരുകളല്ല, നമ്മൾ പേരുകളെക്കാട്ടും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ദോഷ പ്രഡോമിനൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദോഷ പ്രഡോമിനൻസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ കപാലകുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാദമാണ് പ്രഡോമിനൻ്റായി നിൽക്കുന്നത്, അപ്പോൾ വാദത്തിന് ഓപ്പോസിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. സോ കാക്കണം ത്രിദോഷമാണ്. ത്രിദോഷമായി ചെയ്യുമ്പം ത്രിദോഷം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. പക്ഷേ നമ്മളവിടെ നമുക്ക് മനസ്സിലാക്കണം 3 ദോഷങ്ങളുണ്ട്. അതിൽ തരതമ ഭേദം വെച്ചിട്ട് ഏത് ദോഷമാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. പക്ഷേ മറ്റുള്ള ദോഷങ്ങൾ പ്രൊവോക്ക് ചെയ്യാനും പാടില്ല. സോ ഈ ശ്ലോകം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പൂർവ്വരൂപ. ദിസ് ഓൾസോ യു ഹാവ് ടു സ്റ്റഡി ബൈ ഹാർട്ട്. അസ്വേദനം അതിസ്വേദനം പാരുഷ്യം അതിസക്ഷണ വൈവർണ്യം കണ്ടു നിസ്തോത സുപ്തത പരിതഹർഷോ ലോമഹർഷ കരത്വം ഊഷ്മയാണം ഗൗരവം ശ്വയതു വിസർപ്പം ആഗമനം വിസർപ്പാഗമനം അഭീഷ്ണം ച കായേ കായഛിദ്രേഷു ഉപദേഹ പക്വദഗ്ധദഷ്ട ഭഗ്നക്ഷതോ ഉപസ്കലിതേഷു അതിമാത്രം വേദന സ്വൽപാനാം അഭി ച വ്രണാനാം ദുഷ്ടിർ അസംരോഹണം ച ഇതി. സോ ഇവിടെ പൂർവ്വരൂപം പറയുകയാണ്. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചികിത്സാസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സ്പർശജ്ഞത്വം മതിസ്വേതോ നവാ വൈവർണ്യമുന്നതി കോടാനാം ലോമഹർഷ കണ്ടുസ്തോത ശ്രമക്ലമഹ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു കാണും നിദാനത്തിൽ. സോ ഇതും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. എന്താണ് അസ്വേദനം മതിസ്വേദനം? ലോസ് ഓഫ് എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടാവും, ലോസ് ഓർ എക്സസീവ്. ചിലപ്പോൾ സ്വേദനം കാണത്തില്ല, ചിലപ്പോൾ കൂടുതലായിട്ട് സ്വെറ്റിംഗ് കാണും. പാരുഷ്യം അതിസൃഷ്ടം, ചിലപ്പം ഭയങ്കര റഫായിരിക്കും, ചിലപ്പം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അത് ദോഷത്തിൻ്റെ വിശേഷം വെച്ചിട്ടാണ്. വാദമാണെങ്കിൽ ഭയങ്കര റഫായിരിക്കും, കഫമാണെങ്കിൽ ശ്രഷണായിരിക്കും. വൈവർണ്യം ഡിസ്കളറേഷൻ ഉണ്ടാവും, കണ്ടു ഇച്ചിങ് ഉണ്ടാവും, അതൊക്കെ ദോഷം. ഇച്ചിങ്ങിൻ്റെ കഫദോഷം ഉണ്ട് എന്നാണ് അർത്ഥം. നിസ്തോത പെയിൻ ഉണ്ടാവും, സുപ്തത ഹോറിപ്പുലേഷൻ ഉണ്ടാവും, പരിദാഹ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, പരിഹർഷോ ലോമഹർഷ ഹോറിപ്പുലേഷൻ ഉണ്ടാവും, കടുത്ത മുഷ്പേണാം. ദെൻ കോസിനസ് ഓൺ പാൽപ്പറേഷൻ ഉണ്ടാവും, തൊടുമ്പം നമുക്ക് ഭയങ്കര കരുത്തുണ്ടാവും, ഗൗരവം ഹെവിനെസ് ഉണ്ടാവും, ശ്വേതു എടിമയുണ്ടാവും, വിസർപ്പം പോലുള്ളൊരു അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കല്ല 3rd ഇയേഴ്സിനകത്ത് പഠിപ്പിച്ചത്. സോ വിസർപ്പം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു സ്കിൻ ഡിസീസിൻ്റെ ഒരു വേറൊരു രൂപമാണ് വിസർപ്പം എന്ന് പറയുന്നത്. വിസർപ്പവും കുഷ്ഠവും രണ്ടും വ്യത്യസ്തമായ അസുഖമാണെങ്കിലും പക്ഷേ വിസർപ്പം എന്ന് പറയുന്നതും ഈ വിസർപ്പം ഭയങ്കര സ്പീഡിലാണ്, വിസർപ്പം ഭയങ്കര ശീഘ്രമായിട്ടുണ്ടാകുന്നതാണ്. സ്കിൻ ഡിസീസിൻ്റെ വേറൊരു ഫോമിൽ കാണുന്നതാണ് വിസർപ്പം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നിങ്ങൾ നിദാനത്തിൽ പഠിക്കും നിങ്ങൾ ഓൾറെഡി. ദെൻ എക്സസീവ് പെയിൻ ഇൻ കേസ് ഓഫ് സപ്പുറേഷൻ പക്വമായിട്ടുണ്ടാവും, ചിലപ്പം എന്താ പറയുക ഭയങ്കര സപ്പുറേഷൻ ആയിട്ടുണ്ടാവും, ദഗ്ധമായിട്ടുണ്ടാവും. ദഗ്ധം എന്ന് വെച്ചാൽ ബേൺഡ് ആയിട്ടുണ്ടാവും, മീൻസ് നമുക്ക് ദഗ്ധം പഴുത്തിട്ടുണ്ടാവും. ദഗ്ധദഷ്ട ചിലപ്പോൾ എന്താ ദഷ്ടം എന്ന് വെച്ചാൽ ബൈറ്റ് കിട്ടിയ പോലെ, ഒരു എന്താ പറയുക നമുക്കൊരു വിഷമായിട്ട് നമുക്ക് ഒരു പാമ്പ് കടിച്ച പോലെ, അപ്പോൾ ആ കടിച്ചതിന് ശേഷം ഉണ്ടാകുന്നൊരു ഫോമിലില്ല, അതുപോലെ ഉണ്ടാവും. ക്ഷത ഇഞ്ചേർഡ് ഓർ ഡിസ്ലൊക്കേറ്റഡ് പാർട്സ് ഈവൻ സ്മോളർ അൾസേഴ്സ് ബിക്കം ക്രോണിക്. ദാറ്റ് മീൻ വേദന സ്വൽപ്പാനം അഭിച്ച വ്രണാനം ദൃഷ്ടി രസംഹരണം ചെയ്തി. ചെറിയൊരു വ്രണമായിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു അൾസർ, അത് ഭയങ്കര കുറേ കാലം അവിടെ നിൽക്കും, നമുക്കത് തോന്നും. അതിനൊക്കെ ഒരു പൂർവ്വരൂപമാണ്. ചിലപ്പോൾ നമുക്കൊരു മുറിവ് എന്ന് നമുക്കറിയാം, അത് മാറേണ്ടതാണ് ഒരാഴ്ച കൊണ്ട്, പക്ഷേ ആ മുറിവുകൾ ഒരാഴ്ച കൊണ്ടൊന്നും മാറത്തില്ല. സോ അപ്പം നമ്മൾ വിചാരിച്ചോളൂ ബോഡിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ദോഷദൂഷ്യ സമ്മോർച്ചനം നടന്നിട്ട് സപ്തധാതുക്കളുടെ വിശേഷം നടന്നിട്ടുണ്ട്. സോ അത് ഇനിയും അതിൻ്റെ കൂടെ നിദാന സേവനങ്ങൾ. ഈ കുഷ്ഠം എന്ന് വെച്ചാൽ പിത്തമാണ്. പിത്തത്തിൻ്റെ പ്രൊഡോമിനൻസ് ആണ് കുഷ്ഠം. അതുകൊണ്ട് കുഷ്ഠത്തിൽ വിരേചനമാണ്. കുഷ്ഠത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും അഗ്രം വിരേചനം അഗ്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പിത്തത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുഷ്ഠം വാദാദിഷു സർപ്പിർവമനം ശ്ലേഷ്മൂത്രേഷു കുഷ്ഠേഷു വാദോത്തരേഷു സർപ്പിർവമനം. വാദത്തിൽ സർപ്പിപാനം കൊടുക്കണം. വാദോത്തരേഷു സർപ്പിർവമനം ശ്ലേഷ്മൂത്രേഷു കുഷ്ഠേഷു വമനം ശ്ലേഷ്മത്തെ ചെയ്യണം.
മോക്ഷോ രക്തസ്യ വിരേചനം ചക്ര എന്ന് പറഞ്ഞത് രക്തം പിത്തമായിട്ടുള്ള കണ്ടീഷനിൽ രക്തമോഷണം അല്ലെങ്കിൽ വിരേചനം ചെയ്യണമെന്നാണ് ആചാര്യൻ കുഷ്ഠത്തിൻ്റെ ചികിത്സയിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മൾ കുഷ്ഠം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ട പിത്തദോഷം അവിടെ പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. പിത്തത്തിനോട് വാദമോ കഫമോ ചേർന്ന് നിൽക്കുമ്പോഴാണ് ബാക്കി കുഷ്ഠങ്ങൾ രൂപപ്പെടുക. ഈ 7 കുഷ്ഠങ്ങളും മഹാകുഷ്ഠങ്ങളും 11 ക്ഷുദ്രകുഷ്ഠങ്ങളൊക്കെ വേറെ ദോഷ പ്രൊഡോമിനൻസ് ആണ്. പക്ഷെ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പിത്തം ഉണ്ടായിരിക്കും അവിടെ. ജ്വരത്തിൽ എങ്ങനെ പിത്തം ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ വിചാരിക്കും കുഷ്ഠത്തിൽ. ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ചു, നമ്മൾ സിഗ്മകുഷ്ഠം പഠിച്ചു, കഫവാദമാണ് പ്രൊഡോമിനൻ്റ്. പക്ഷേ ആ കഫവാദം പ്രൊഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം പിത്തം അവിടെ വിഷയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും സ്കിൻ കേസസ് ആയിട്ട് വരുന്ന ഒരാളുടെ നമ്മൾ ഡയറ്റ് നിദാനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിത്തപ്രകോപമായിട്ടുള്ള ഡയറ്റുകളായിരിക്കും അധികവും അവർ യൂസ് ചെയ്യുന്നത്. ഈ അച്ചാറുകൾ എപ്പോഴും പറയുന്നില്ല, ഈ അച്ചാറൊക്കെ ഭയങ്കര വിനെഗർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അമ്ല അല്ലെങ്കിൽ കടു തിക്തമായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ സ്കിൻ കേസസ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. സോ നെക്സ്റ്റ് വൺ ഇസ് ഉപദ്രവ. ഇതിൻ്റെ മീനിങ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യത്തുള്ളൂ. തദിത പ്രശ്രവണം അംഗഭേദ 14 അംഗ അവയവാനാം തൃഷ്ണ ജ്വര അതിസാര ദാഹ ദൗർബല്യ അരോചക അവിപാകശ്ച. എക്സസീവ് ഡിസ്ചാർജ്, പ്രസ്രാവണം, എക്സസീവ്, അതായത് ഇത് ഉപദ്രവമാണ്, കോംപ്ലിക്കേഷനാണ് വരുന്നത്. ഒരു സ്കിൻ കേസസ് വന്നു കഴിഞ്ഞാൽ ആ സ്കിൻ ആ ഒരു കണ്ടീഷന് അല്ലെങ്കിൽ ആ ഒരു മുറിവിൽ നിന്ന് ഒരുപാട് ഡിസ്ചാർജസ് വരിക. അൾസറേഷൻ ഓഫ് ബോഡി പാർട്സ്, എല്ലാവരും എന്താ പറയുക അൾസർ പോലെ പക്വമായിട്ട് എന്താ പറയുക ഉണങ്ങാത്തൊരവസ്ഥയിൽ നിൽക്കാൻ പറ്റുക, സെപ്പറേറ്റഡ് ഒരു അവസ്ഥയിൽ നിൽക്കുക. സ്വിക്കസ്ട്രേഷൻ ഓഫ് ബോഡി പാർട്സ്, നെക്രോസിസ് വരെ. കാരണം വെച്ചാൽ ഒരു ബോഡി പാർട്സ് ഫോർ എക്സാമ്പിൾ നമ്മുടെ കാലിൻ്റെ നഖത്തിനല്ല കാലിൻ്റെ ഒരു വിരലിനോ അല്ല കൈയുടെ ഒരു വിരലിനോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സ്കിൻ കേസസ് അല്ലെങ്കിൽ കപ്പാല കുഷ്ഠം എന്നാൽ കുഷ്ഠം വന്നാൽ പിന്നെ നെക്രോസിസ് വരും, അതൊന്ന് നശിച്ചു പോവുക. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തേഴ്സ്റ്റ്, ഫീവർ, ഡയറിയ, ഡെബിലിറ്റി, അനറോക്സിയ, ഇൻഡൈജഷൻ, അവിഭാഗം ഇതുപോലുള്ള കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനാണ് ഇത്. പക്ഷേ ആ കോംപ്ലിക്കേഷൻ പറയുമ്പോൾ തന്നെ ആചാര്യം പറഞ്ഞിട്ട് ഇത് ഇൻക്യൂറബിൾ ആണ്. ഈ ഒരു നമുക്കൊരു പേഷ്യൻ്റ് വരുമ്പം നമ്മൾ നോക്കി, അപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ നെക്രോസിസ് ഒക്കെ മനസ്സിലാക്കി, അതുപോലെ പേഷ്യൻ്റ് ഫീവർ ഉണ്ട്, ഡയറി ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതൊരു ഇൻക്യൂറബിൾ ആയിട്ടൊരു അസുഖമാണ്, നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് അത് മാറാൻ പറ്റത്തില്ല. സോ നമ്മളത് ത്യജിക്കുന്നതാണ് എപ്പോൾ നല്ലത്. ത്യജേതാർത്ഥം ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഏതൊക്കെയാണ് നമ്മൾ വൈദ്യൻ ത്യജിക്കേണ്ടത് നഷ്ടാകൃതി പറയുന്നില്ലേ. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ എടുത്തിട്ട് നമ്മൾ ത്യജിക്കേണ്ടതാണ് ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസസ്, അല്ലെങ്കിൽ നമ്മളെ ഫെയിം പോയി പോകും. സോ ദിസ് ഈസ് വാട്ട് റിഗാർഡിംഗ് ദ കുഷ്ഠ ചികിത്സ, കുഷ്ഠ നിദാന. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ, വി ക്യാൻ ഡിസ്കസ് ഫർദർ. താങ്ക് യു.